ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഹാപ്പി ഒക്കെ ആയിട്ടിരിക്കുന്നു കേട്ടോ. പിള്ളേർ സ്കൂളിൽ നിന്ന് വന്നു. സാധാരണ കുളിച്ചിട്ട് കഴിക്കാനൊക്കെയാണ് പറയുക. ഞാനിന്ന് പറമ്പിലേക്ക് കുറച്ച് ശീമൊക്കെ ഒന്നാണ് പറയുക. അതിൻ്റെ കമ്പ് കുറച്ച് എടുത്തുകൊണ്ട് പോകേണ്ട കാരണം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു വേഗം കഴിച്ചിട്ട് വായുമെന്ന്. അപ്പോൾ ഇങ്ങനത്തെയുള്ള ജോലി കാര്യങ്ങളിലൊക്കെ ഭയങ്കര തൽപരനാണ് കേട്ടോ. വരും സഹായിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ എൻ്റെ മോളെന്തെങ്കിലും പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ മടിച്ചാണ് കേട്ടോ. ഒന്നും ചെയ്യില്ല. ചില സമയത്തൊക്കെ തോന്നിയേ ചെയ്യൂ കേട്ടോ. തോന്നിയാൽ മാത്രമേ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പുള്ളിക്കാരി പഠിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കും. മോളുടെ തലയിൽ കാണുന്ന ഈ കലാവിരുദ്ധമൊക്കെ എൻ്റെ മാത്രമാണ് കേട്ടോ. എനിക്കിങ്ങനെ മുടിയൊക്കെ നന്നായി കെട്ടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സ്വന്തമായിട്ട് കെട്ടാൻ അറിയില്ല. ഹോസ്റ്റലിലാണെങ്കിൽ എൻ്റെ അപ്പുകൂട്ടനും ജോസും ഒക്കെ കണ്ടിട്ടാ ചെയ്യാം. ഇവിടെ പിന്നെ മോൾക്ക് അതിനുള്ളൊരു ഇതായിട്ടില്ലല്ലോ. അവളുടെ തലയിലാണ് സ്കൂളിൽ പോകുമ്പോൾ ഞാനിങ്ങനെ പല ഐഡിയാപരമായിട്ടുള്ള കലാവിരുദ്ധം നോക്കുന്നത്. ഈ മുടി കെട്ടിയപ്പോൾ ബസ് കിട്ടുമെന്ന് പേടിച്ചിട്ട് ഞങ്ങൾ ഐലൈനറൊക്കെ എടുത്ത് അവിടെ റോട്ടിൽ പോയി നിന്നിട്ടാണ് കേട്ടോ കണ്ണൊക്കെ എഴുതി കൊടുത്ത് വിട്ടത്. അപ്പം മോനെ അന്ന് സഹായിക്കാൻ വന്നേക്കുന്നത്. ഞാനിവർ വരണേക്കഴിഞ്ഞ് മുന്നേ വണ്ടിയിൽ ഒരു ട്രിപ്പ് കൊണ്ടുപോയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കയ്യിലെടുത്തുകൊണ്ട് പോകാമെന്ന് വെച്ചു. കാരണം ഇത് ഭയങ്കര നീളമുള്ള കാരണം വണ്ടിയിൽ വെച്ച് കൊണ്ടുപോകൽ ഭയങ്കര പാടാണ്. ഈ ക്യാമറ ഷൂട്ട് ചെയ്യുന്നത് വീഡിയോ പിടിക്കുന്നതൊക്കെ മോനാണ് കേട്ടോ. മോനോ മോളോ ഒക്കെയാണ്. ഞാൻ അവിടുന്ന് എടുത്തുകൊണ്ടുവന്ന സ്റ്റാൻഡ് ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. മേശമ്മ വയ്ക്കുന്ന സ്റ്റാൻഡായിരുന്നു. മറ്റേ താഴെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന സ്റ്റാൻഡ് ഞാൻ എടുത്തില്ല. അത് അവിടെ വെച്ചിട്ട് പോകുന്നു. മേശമ്മ വയ്ക്കുന്ന സ്റ്റാൻഡ് എനിക്ക് മോള് പൊട്ടിച്ചും തന്നു. അപ്പോൾ പിന്നെ ഷൂട്ടിങ്ങും ക്യാമറയൊക്കെ ഇവരാണ്. അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടൊക്കെ ഞാൻ ചെയ്യും. അതായിരുന്നു ഞങ്ങളുടെ പറമ്പ്. ഇതാണ് ഞങ്ങളുടെ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ. ഫുള്ള് മലകളാണ്, മലനിരകളാണ്. മലകളുടെ നടുക്കിലൊക്കെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പുറത്ത് ഡാം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് പോകാനായിട്ട് സമയമൊന്നും കിട്ടണില്ല. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതൊക്കെ കാണിച്ചു തന്നേനെ. ഇത് റോട്ടിൽ കൂടെ വന്നപ്പോൾ അപ്പുറത്തിപ്പുറത്തുള്ള പറമ്പിലുള്ളതൊക്കെ വീഡിയോ പിടിച്ചാണ് കേട്ടോ. ഇങ്ങനെ കാണാൻ നല്ല ഭംഗിക്കിരിക്കുന്നു. ഞങ്ങളത് കൊണ്ടിട്ട് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ അപ്പുറത്ത് ചേച്ചിയുടെ അടുത്ത് സംസാരിക്കാൻ പോയപ്പോൾ ഈ വെള്ളപ്പൂ ഉണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കഴിഞ്ഞ് പള്ളിയിലേക്ക് പോകണം കേട്ടോ. വീട്ടിൽ വന്നപ്പോൾ മോള് ഞാനായിട്ട് കുശുമ്പൂത്താണ് കേട്ടോ. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. കാലിൽ നഖമുണ്ട് വെട്ടിത്തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കില്ല. ഭയങ്കര വേദനയുള്ള ആളാണ്. ഇത് കണ്ടോ, ഫുള്ള് നഖം തിന്നുന്ന ആളാണ് അപ്പുകുട്ടൻ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്.